എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഭൂമിദേവി സമേതനായിട്ടുള്ള വരാഹമൂർത്തിയുടെ ഒരു ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണെങ്കിലും പട്ടാമ്പി താലൂക്കിൽ പെടുന്ന കുമ്പിടി എന്ന സ്ഥലത്തിനും ആനക്കര എന്ന സ്ഥലത്തിനും ഇടയിലുള്ള പന്നിയൂർ എന്നൊരു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പരശുരാമൻ കേരളത്തിൽ പ്രതിഷ്ഠിച്ച ആദ്യത്തെ ക്ഷേത്രം ഇതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതുകൂടാതെ കേരളത്തിലെ 64 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം. ഈ ക്ഷേത്രം ഏകദേശം 4000 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ 3ാമത്തെ അവതാരമായ ശ്രീ വരാഹമൂർത്തി ഭൂമിദേവി സമേതനായിട്ടാണ് കുടികൊള്ളുന്നത്. സാക്ഷാൽ ഭൂമിദേവി വരാഹമൂർത്തിയുടെ മടിയിൽ വരാഹമൂർത്തി ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാവത്തിലാണ് ഇവിടെ ഭഗവാന്റെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രം സാമൂതിരി ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ്. ശ്രീ ഭൂമിദേവി സമേതനായിട്ടുള്ള വരാഹമൂർത്തിയുടെ കൂടെ ഉപദേവതകളായിട്ട് ഗണപതി, ശിവൻ, ഭഗവതി, ശാസ്താവ്, മുരുകൻ, ശ്രീ ലക്ഷ്മി നാരായണ സ്വാമിയും എന്നിവരും ഉണ്ട്. ഈ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം ഒരു 4000-4000 കൊല്ലം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാലത്ത് പരശുരാമ പ്രതിഷ്ഠയായിട്ടുള്ള ഇതാണെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളത് അഭീഷ്ടസിദ്ധി പൂജ, ഭൂമി പൂജ, ഐശ്വര്യ പൂജ. ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭൂമി പൂജ കഴിക്കുന്നത്. നമ്മൾ ആ സ്ഥലത്തു നിന്ന് മണ്ണ് കൊണ്ടുവന്ന് 4 മൂലയിൽ നിന്നും മണ്ണെടുത്ത് കൊണ്ടുവന്ന് പൂജിച്ച് തിരിച്ചു കൊണ്ടുപോയി അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുക. 4 മൂലയിലും പൂജിച്ച് കൊണ്ടുപോയിട്ട് അപ്പോൾ ഇവിടെ വന്ന് അമ്പലത്തിൽ വന്ന് ഭൂമി പൂജ കഴിച്ച് അത് തിരിച്ച് അവിടെ കൊണ്ടുപോയിട്ട് സ്ഥാപിക്കുകയാണ് ചെയ്യുക. അതാണ് ഭൂമി പൂജ എന്നുള്ളത്. പിന്നെ അഭീഷ്ടസിദ്ധി പൂജ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് ഒഫീഷ്യലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് അഭീഷ്ടസിദ്ധി പൂജ ആയിട്ട് കഴിക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. അഭീഷ്ടസിദ്ധി പൂജ കാലങ്ങളായിട്ടുള്ള ഒരു പൂജയാണ് അഭീഷ്ടസിദ്ധി പൂജ. പിന്നെ ഐശ്വര്യ പൂജ, നമ്മളെ പിറന്നാളിൻ്റെ അന്ന് കഴിക്കുന്ന പൂജയാണ് ഐശ്വര്യ പൂജ. കൊല്ലത്തിലൊരിക്കൽ ആ പിറന്നാളിൻ്റെ അന്ന്, ആ മാസത്തിൽ, ആ നാളിൻ്റെ അന്ന് കഴിക്കുന്ന പൂജ. പിന്നെ പെരുന്തച്ഛൻ്റെതാണുള്ളത് ഇവിടെ. പെരുന്തച്ഛൻ ലാസ്റ്റ് പണിയെടുത്ത അമ്പലമാണെന്നാണ് പറയുന്നത്. എന്നാൽ പെരുന്തച്ഛൻ വരുന്ന സമയത്ത് ഇവിടെയുള്ള തൻ്റെ കുലത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അറിയാത്തൊരാളെ കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മര്യാദ കാണിക്കില്ല, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കില്ല. അതുപോലും ഉണ്ടായില്ല, അവർ കാണിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. അദ്ദേഹം അങ്ങനെ പകൽ ഇവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പണി മാറ്റി ഭക്ഷണത്തിന് പോയ സമയത്ത് ഇവരെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഇവരെ ലൈനിട്ട് പണിയെടുക്കുന്ന ആ പട്ടികയിൽ ആ കഴുക്കോലിൻ്റെ മുകളിൽ ഇവർ വരഞ്ഞ വരയുടെ അപ്പുറത്ത് ഇദ്ദേഹം ഒരു ലൈനിട്ട് പോയി. അവർ ചെയ്യുന്ന പണിയോടെ എത്ര എണ്ണം ശ്രദ്ധയുണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം പോയി. ഇവർ വന്ന് ഭക്ഷണം കഴിച്ചു വന്ന് ഇദ്ദേഹം വരഞ്ഞ പ്രകാരമാണ് കൂട്ടിയത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ കൂടണിൽ എല്ലാ കഴുക്കൂലുകളും ഒരേ കൂടത്തിൽ കൂടണം. അതാണ് ഈ ശ്രീകോളിനുള്ള പ്രത്യേകത. അപ്പോൾ ഇത് നോക്കുമ്പോൾ അത് കൂടുന്നില്ല. അതെന്താണ് കാരണം എന്ന് അവർക്ക് മനസ്സിലായില്ല. ഇതെന്താ അങ്ങനെ സംഭവിക്കുക എന്നുള്ളത്. ഈച്ചൂട്ടാൻ പാടുമില്ല. ദേവാലയങ്ങളിൽ ഈച്ചൂട്ടാൻ പാടുമില്ല, അങ്ങനെയാണ് പറയുക. അപ്പോൾ ഇവരെന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ അവർ പണി മാറ്റി നിർത്തി അവർ പോയി. അങ്ങനെ അത് വിഷമമായി. അവർ പണി മാറ്റി നിർത്തി പോയി. അതിന് ശേഷം രാത്രി ഇവർ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്ന സമയത്ത് അമ്പലത്തിൽ നിന്ന് മേട്ടം കേൾക്കുന്നുണ്ട്. എന്താണത് ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് പോയി നോക്കുമ്പോൾ പകൽ കണ്ട ഇദ്ദേഹം, ആ പ്രാകൃതനായിട്ടുള്ള അദ്ദേഹം അതിൻ്റെ മുകളിലിരുന്ന് ഈ കഴുക്കോലുകളെല്ലാം കൂട്ടിയിരിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ശ്രീകോളിൻ്റെ കഴുക്കോലുകളെല്ലാം കൂട്ടിയെന്നാണ് പെരുന്തച്ഛൻ പറയുന്നത്. അപ്പോൾ ഇവർ സാധാരണക്കാരനല്ലാന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. പെരുന്തച്ഛൻ്റെ കാട്ടിൽ ഞങ്ങളോട് ക്ഷമിക്കണം, അങ്ങ് ആരാന്നറിയാതെയാണ് ഞങ്ങളത് അവിവേകത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ അനുഗ്രഹം കൊടുക്കുകയാണ്. അപ്പോൾ പെരുന്തച്ഛൻ പറയുകയാണ്, ഞങ്ങൾക്കിവിടെ എന്നും പണിയുള്ളതാണ്, അതില്ലാതെയും ഒറ്റ രാത്രി കൊണ്ടൊക്കെ ശ്രീകോല് പണിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ പണിക്കാർക്ക് പണി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അവർ സാഷ്ടാംഗം നമസ്കരിച്ച് മാപ്പ് പറയുകയാണ്. മാപ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇവർക്കൊരു അനുഗ്രഹമായിട്ട് കൊടുക്കുകയാണ്. പന്നിയൂരമ്പലം പണി മുടിയാതെ പോട്ടെ എന്ന് വെച്ചാൽ പന്നിയൂരമ്പലത്തിൽ ഇന്നും പണി ഉണ്ടാവട്ടെ എന്ന്. അവർക്കെന്നും ഒരാൾക്ക് ഇന്നും ഇവിടെ പണി ഉണ്ടാവും. ഇവിടെ കംപ്ലീറ്റ് ആവലില്ല, പണി പൂർത്തീകരിക്കലില്ല. അതാണ് ഇവിടുത്തെ ഒരു
അതാണ് അങ്ങനെ പെരുന്തച്ഛൻ ഇവിടെ ആ മുഴക്കോലും ഉളിയും ഇവിടെ വെച്ച് പോയി എന്നാണ്. ഇനി ഞാൻ ഈ എന്താണ് ഉളി എടുക്കുന്നില്ല എന്നും പറഞ്ഞ് അദ്ദേഹം ലാസ്റ്റ് പണിയെടുത്ത അമ്പലമാണ് പന്തീരമ്പലം. അങ്ങനെ ഉളി മുഴക്കോലും അവിടെ വെച്ച് അദ്ദേഹം മടങ്ങിപ്പോയി എന്നാണ് കഥയിൽ പറയുന്നത്. ഇദ്ദേഹം ഏകദേശം ഒരു 6-7 അടിയോളം ആയിട്ടുണ്ട്. കാരണം ഒറ്റ ശിലയിലാണ് ഭൂമിദേവിയും കൂടി ഇരിക്കുന്നത്. ഒരു ശിലയിൽ തന്നെയാണ് പ്രതിഷ്ഠ. അന്ന് പരശുരാമകാലത്ത് പ്രതിഷ്ഠയിട്ടുണ്ടായതാണെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അതിന് ശേഷം, കാലങ്ങളായിട്ടുള്ളതാണല്ലോ. അന്നുള്ള പ്രതിഷ്ഠ ഇവിടെ എവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു, ഇവിടെ കിടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അതേമാതിരി പണ്ട് കൊടിമാരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പണ്ട് കാലത്ത്. അത് ഇപ്പോഴും ഇവിടെ എവിടെയോ മണ്ണിൽ കിടക്കുന്നുണ്ടെന്നാണ്. ഉപദേവതകളുണ്ട്. കുണ്ടിൽ വരാഹം, ലക്ഷ്മീനാരായണൻ. ലക്ഷ്മീനാരായണൻ്റെ അവിടെ മംഗല്യ പൂജ ഉണ്ട്, 3 പൂജ ഇട്ട്. പിന്നെ ഗണപതി, പിന്നെ പുറത്ത് ശാസ്താവിൻ്റെ അമ്പലം, പിന്നെ ചിത്രത്തിൽ വരാഹം കൂത്തമ്പലത്തിൽ. യക്ഷീനെ ബന്ധിച്ചതല്ല, തൂണിൽ ബന്ധിച്ചു എന്ന് പറയുന്നത് യക്ഷീനെ ബന്ധിച്ചത്. പിന്നെ അങ്ങനെ ഇത് ശിവൻ്റെ അമ്പലം, ഭഗവതിയുടെ അമ്പലം, സുബ്രഹ്മണ്യൻ്റെ അമ്പലം. അങ്ങനെ ഇതാണ് ഒരുവിധം എല്ലാ ദേവന്മാരും കൂടിയിട്ടുള്ളൊരു ഇതാണ് ഇവിടെ. ശൈവമായിട്ടും വൈഷ്ണവമായിട്ടും ശാക്തേയമായിട്ടും ഒക്കെ. താങ്കളുടെ പേര്? കൃഷ്ണൻ നമ്പൂതിരി. ഇപ്പം ഞാൻ ഇവിടെ ആയിട്ട് 28 വർഷമായി. 28 വർഷമായി. പെരുന്തച്ഛൻ അവസാനമായി പണിയെടുത്ത ക്ഷേത്രം കൂടിയാണ് ശ്രീവരാഹമൂർത്തി ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ ശ്രീകോവിലിൻ്റെ പണി ഒറ്റ രാത്രി കൊണ്ട് പെരുന്തച്ഛൻ തീർത്ത് തൻ്റെ ഉളി ഇവിടെ വെച്ചുപോയി എന്നാണ് വിശ്വാസം. പെരുന്തച്ഛൻ അവസാനമായി ജോലി ചെയ്ത ക്ഷേത്രവും പണി തീരാത്ത ഒരു ക്ഷേത്രവും കൂടിയാണ് ഇവിടം. നല്ല പ്രകൃതി ഭംഗിയും ശാന്തതയും ഉള്ളൊരു ക്ഷേത്രം കൂടിയാണ് ഇത്. ധാരാളം കൊത്തുപണികളും തടിപ്പണികളും കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതാണ് ഇവിടം. ഇവിടത്തെ പ്രധാന വഴിപാട് ഭൂമി പൂജയും അഭീഷ്ടസിദ്ധി പൂജയും ഐശ്വര്യ പൂജയും ലക്ഷ്മീനാരായണ പൂജയുമാണ്. പലതരത്തിലുള്ള ഭൂമി പ്രശ്നങ്ങൾക്കും ഭൂമിയിലെ ദുരിതങ്ങൾക്കും ഭൂമി വിൽക്കാനും നവീകരിക്കാനും വീട് നിർമ്മിക്കാനും ഭൂമിയുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നവും പരിഹരിക്കാൻ എല്ലാവരും എത്തുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടം. രാവിലെ 5:30 മുതൽ 10:30 വരെയും വൈകുന്നേരം 5 മുതൽ 8 വരെയുമാണ് ഇവിടുത്തെ ദർശന സമയം. ഞായറാഴ്ചകളിൽ രാവിലെ അന്നദാനവും ഇവിടെ നടക്കാറുണ്ട്. തൃശ്ശൂരിൽ നിന്നായാലും പട്ടാമ്പിയിൽ നിന്നായാലും പാലക്കാടിൽ നിന്നായാലും എടപ്പാൾ വഴി കുമ്പിടി ആനക്കര എന്ന സ്ഥലത്തിലൂടെ പന്നിയൂർ എന്ന ഈ ഗ്രാമത്തിലേക്കും ഈ ക്ഷേത്രത്തിലേക്കും എത്തിപ്പെടാം. ഭക്ഷണശാലകൾ കുറവായതിനാൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ നമ്പ്യാർസ് എന്ന പേരിൽ നല്ല ഭക്ഷണം ലഭ്യമാണ്. മറ്റൊരു അമ്പലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.